നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ കുടുങ്ങി നിന്ന CPM രാഹുലിനെതിരെ വന്ന ലൈംഗിക പീഡന ആരോപണം വലിയ ആയുധമാക്കുകയാണ്. രാഹുലിന്റെ രാജി ഇതിനോടകം BJPയും CPM ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്ന അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നിയമത്തിന്റെ വഴി അന്വേഷണം നടക്കട്ടെ എന്ന രാഷ്ട്രീയക്കാരുടെ പതിവ് പല്ലവിയാണ് നേതാക്കളുടെ ഇപ്പോഴുള്ള വിശദീകരണം. BNS 64, 89, 115, 351 വകുപ്പുകളും IT നിയമത്തിലെ 66C അടക്കമുള്ള വകുപ്പുമാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS 64 പ്രകാരം ബലാത്സംഗത്തിന് കുറഞ്ഞത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാം. വാറന്റ് കൂടാതെ പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാനും സാധിക്കും. സ്ത്രീയുടെ അനുമതിയില്ലാതെ നിർബന്ധിത ഗർഭഛിദ്രം നടത്തുന്നതിനെതിരെയുള്ളതാണ് BNS 89 വകുപ്പ്. ഇതിന് 10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് തടവ്. എന്നാൽ ഇത്തരത്തിൽ ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല. രാഹുലിനെ കൂടാതെ 3 സിറ്റിംഗ് MLAമാർ തന്നെ പീഡന ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. അങ്ങനെ 4 MLAമാരാണ് ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന കൂട്ടത്തിലുള്ളത്. അതിൽ 3ഉം കോൺഗ്രസ് MLAമാരാണെന്നതാണ് വസ്തുത. M. വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരാണ് പീഡന ആരോപണത്തിൽ കുടുങ്ങിയ കോൺഗ്രസ് MLAമാരെങ്കിൽ CPMൽ M. മുകേഷുമാണ് കേസിൽ കുടുങ്ങിയിരിക്കുന്നത്. CPMന്റെ M. മുകേഷിനെതിരെ 2 കേസുകളിൽ കുറ്റപത്രം ഉള്ളപ്പോൾ കോൺഗ്രസ് MLAമാരായ M. വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ബലാത്സംഗ കേസുകളിൽ വിചാരണ നേരിടുകയാണ്. കോവളം MLAയും കോൺഗ്രസ് നേതാവുമായ M. വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസിൽ കുറ്റപത്രം കോടതിയിലുണ്ട്. അയൽവാസിയായ 51കാരി വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസ് നൽകുന്നത് 2017 ജൂലൈയിലാണ്. അറസ്റ്റിലായ വിൻസെന്റ് പിന്നീട് ജാമ്യത്തിലിറങ്ങിയായിരുന്നു. കേസിൽ ആ വർഷം അവസാനം തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലം MLAയും CPM നേതാവും ചലച്ചിത്ര താരവുമായ M. മുകേഷിനെതിരെ 2 ലൈംഗിക പീഡന കേസുകളിൽ കുറ്റപത്രം കോടതികളിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത പീഡന കേസുകളിൽ ഈ വർഷമാണ് കുറ്റപത്രം നൽകിയത്. മുകേഷ് ചലച്ചിത്ര താരമായിരിക്കുമ്പോൾ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു ആരോപണം. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചായിരുന്നു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പെരുമ്പാവൂർ MLAയും കോൺഗ്രസ് നേതാവുമായ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ബലാത്സംഗ കേസിൽ കുറ്റപത്രം നിലവിലുണ്ട്. 2022 എൽദോസ് പലതവണ പീഡിപ്പിച്ചെന്നും വധിക്കാൻ ശ്രമിച്ചെന്നും കാട്ടി തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപിക നൽകിയ കേസിലാണ് കുറ്റപത്രം. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു MPയോ MLAയോ ക്രിമിനൽ കേസിൽ 2 വർഷമോ അതിലധികമോ വർഷത്തേക്ക് ശിക്ഷിച്ചാൽ സ്ഥാനം ഉടനെ നഷ്ടമാകും. എന്നാൽ കുറ്റാരോപിതനായി എന്നതിന്റെ പേരിൽ മാത്രം MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെക്കണമെന്ന് നിയമത്തിലെങ്ങും പറയുന്നില്ല. മുമ്പ് പല ജനപ്രതിനിധികളും പീഡന കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അന്നൊന്നും അവരാരും MLA സ്ഥാനം രാജിവെച്ച കീഴ്വഴക്കമോ പാരമ്പര്യമോ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. ഐസ്ക്രീം പാർലർ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും MLA ആയി തുടർന്നു. 2006 PJ ജോസഫ് വിമാനയാത്രയ്ക്കിടയിൽ യാത്രക്കാരിയെ കയറി പിടിച്ചുവെന്ന ആരോപണം വന്നപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും MLA സ്ഥാനത്ത് തുടർന്നു. ഗാർഹിക പീഡന പരാതിയുടെ പേരിൽ KB ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നെങ്കിലും MLA ആയി തുടർന്നു. മുൻ മന്ത്രിയും ജനതാദൾ നേതാവും MLAയുമായിരുന്ന ജോസ് തെറ്റയിലിനെതിരെയും ഒരു പീഡന പരാതി വന്നിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് വലിയ വിവാദമായെങ്കിലും ജോസ് തെറ്റയിലും MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നയുടനെയാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രനെതിരെ ലൈംഗിക ആരോപണം ഉയരുന്നത്. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നെങ്കിലും ശശീന്ദ്രൻ അവിടെയും MLA ആയി തുടർന്നു. ഇതേ സമയത്ത് തന്നെയാണ് CPM നേതാവും ഷൊർണൂർ MLAയുമായ PK ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ പീഡന ആരോപണം ഉയരുന്നത്. DYFI നേതാവായ യുവതിയായിരുന്നു പാർട്ടിക്ക് പരാതി നൽകിയത്. AK ബാലൻ, PK ശ്രീമതി എന്നിവരെ പാർട്ടി അന്വേഷണ കമ്മീഷനായി നിയമിച്ചു. തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നതെന്ന കമ്മീഷൻ റിപ്പോർട്ട് നൽകി ശശിയെ രക്ഷിച്ചു. ഇത് വലിയ രീതിയിൽ അന്ന് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായിരുന്നു. അങ്ങനെ അദ്ദേഹവും MLA സ്ഥാനത്ത് തുടർന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്ക് വേണ്ടി CPMും BJPയും മറുപടി കൂട്ടുന്നുണ്ടെങ്കിലും രാജി സംഭവിക്കാനിടയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യത്തിനുള്ള തീവ്ര ശ്രമത്തിലാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനാണ് MLAയുടെ നീക്കം.